അവൾ അവനോട് ചോദിച്ചു. ഇന്നെന്താ ഡ്രൈവറല്ലേ? അവളുടെ ചോദ്യം സിദ്ധാർത്ഥിന് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ഇപ്പൊ അങ്ങനൊരു ചോദ്യം? നിനക്ക് എന്റെ കൂടെ വരാൻ പേടിയുണ്ടോ? അവൻ ചോദിച്ചു. ഹേയ്, പേടിയൊന്നുമില്ല. ഞാൻ ആളെ കാണാത്തപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. പുള്ളി എവിടെ പോയി? ഇന്ന് ലീവ് വല്ലതുമാണോ? നിന്നെ തിരിഞ്ഞു കളിക്കാതെ വേഗം കയറ്. അശ്വിന് സമയമായെന്ന് നീ തന്നെയല്ല പറഞ്ഞത്. എന്നിട്ട് നീ തന്നെയല്ലേ ഇപ്പൊ സമയം വൈകിക്കുന്നത്. നീലിമയും അശ്വിനും കാറിൽ കയറി. സിദ്ധാർത്ഥ് അധികം വൈകാതെ തന്നെ അശ്വിനെ സ്കൂളിൽ എത്തിച്ചു. നീലിമയും അശ്വിനും പുറത്തേക്കിറങ്ങി. അശ്വിനെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി അവന്റെ ക്ലാസ് ടീച്ചറെ കണ്ട് വിശേഷങ്ങൾ തിരക്കിയ ശേഷം നീലിമ തിരിച്ചു വന്നു. കാറിൽ സിദ്ധാർത്ഥും താനും മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വീണ്ടും പരിഭ്രമമായി. നീലിമ അവനോടൊപ്പം കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അവൾ കാറിൽ കയറിയിരുന്ന് കഴിഞ്ഞിട്ടും അവൻ കാർ എടുക്കുന്നില്ലായിരുന്നു. ദേഷ്യത്തോടെ അവൻ തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവമെന്ന് കുറച്ചു നേരത്തേക്ക് നീലിമയ്ക്ക് മനസ്സിലായില്ല. അവൾ ആലോചിച്ചപ്പോഴാണ് താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന് അവൾ ഓർത്തത്. അവൾ പരിഭ്രമത്തോടെ സീറ്റ് ബെൽറ്റ് വലിച്ചിടാൻ നോക്കി. ആ നേരത്തെ വെപ്രാളത്തിൽ അവൾക്ക് ബെൽറ്റ് ക്ലിപ്പ് ഇടാൻ സാധിച്ചില്ല. അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നുകൊണ്ട് സീറ്റ് ബെൽറ്റ് പിടിച്ച് വലിച്ചിട്ടു. ബെൽറ്റ് ക്ലിപ്പിൽ വീണിട്ടും അവൻ അവൾക്കരികിൽ നിന്ന് തിരിച്ചു പോകാത്തത് കണ്ട് നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? കുറച്ചു നാളായി നിങ്ങൾ ഇങ്ങനെയാണല്ലോ. എന്നോട് ചോദിക്കാതെയും പറയാതെ ഓരോന്ന് ചെയ്യുന്നു. എല്ലാ തവണയും ഞാനിത് സഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് കേട്ട് ഗൗരവത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത്? ഞാൻ നിന്നെ ഉമ്മ വയ്ക്കാൻ വന്നാണെന്നോ? അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ വല്ലാതെയായി. നിങ്ങൾ ഉമ്മ വയ്ക്കാനൊന്നും വന്നതല്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ എന്നോടിങ്ങനെ തമാശ കളിക്കരുത്. എനിക്കിത് ഇഷ്ടമല്ല. ഈ സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് വാശി കൂടി. ഓഹോ, നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമാണല്ലോ. എന്നാ അങ്ങനെയല്ല, നിന്റെ വിശ്വാസം തെറ്റാണ്. ഞാൻ അത്ര നല്ല സ്വഭാവക്കാരനൊന്നുമല്ല. ഞാൻ സീറ്റ് ബെൽറ്റ് വലിച്ചിടാൻ വന്നതല്ല. ഞാൻ നിന്നെ ഉമ്മ വയ്ക്കാൻ തന്നെയാണ് വന്നത്. അത്രയും പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നീലിമ ഞെട്ടിപ്പോയി. അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. തലേ ദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അവൾക്ക് സ്വന്തം ശരീരം ചൂട് പിടിക്കുന്നത് പോലെ തോന്നി. താനാണല്ലോ ഇന്നലെ അനുവാദം ചോദിക്കാതെ സിദ്ധാർത്ഥിനെ ചുംബിച്ചത്. അങ്ങനെയല്ലേ അവന്റെ ചുണ്ടുകൾ മുറിഞ്ഞത്? സിദ്ധാർത്ഥും ആ സംഭവത്തെപ്പറ്റി തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അബോധാവസ്ഥയിൽ അവളെ ഒന്നും ചെയ്യാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അല്പം കഴിയുന്നതിന് മുൻപ് തന്നെ താൻ തെറ്റു ചെയ്യാൻ തുടങ്ങുകയാണെന്ന് അവന് ബോധ്യമായി. പെട്ടെന്ന് നീലിമയിൽ നിന്നും പിൻവാങ്ങി അവൻ കാറെടുത്തു. നീലിമ അപ്പോഴും സ്തബ്ധയായിരിക്കുകയാണ്. അവന്റെ സ്പർശനവും ചുംബനങ്ങളുമെല്ലാം അവൾ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു. അവന്റെ കൈകളെ തടയാൻ എന്തുകൊണ്ടോ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്താണ് താൻ ഇത്തവണ സിദ്ധാർത്ഥിനോട് ദേഷ്യപ്പെടാതിരുന്നത് എന്നവൾ ചിന്തിച്ചു. തനിക്ക് അവനോട് പ്രണയമാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് നാണമായി. സിദ്ധാർത്ഥ് അവളെ അവളുടെ ഓഫീസിൽ എത്തിച്ചു. വണ്ടി നിർത്തിയതും അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പ്രവൃത്തി കണ്ട് സിദ്ധാർത്ഥ് ചിരിച്ചുപോയി. ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല പെണ്ണിന്റെ, അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. സിദ്ധാർത്ഥ് വളരെ സന്തോഷത്തോടെയാണ് അന്ന് ഓഫീസിലേക്ക് പോയത്. അവന്റെ മനസ്സിൽ മുഴുവൻ നീലിമയായിരുന്നു. ഓഫീസിലെത്തി തന്റെ ക്യാബിനിലേക്ക് കയറും വഴി അവൻ ഹേമന്തായി കൂട്ടിയിടിച്ചു. ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥ് തെറി പറഞ്ഞ് കണ്ണു പൊട്ടിക്കുമെന്നാണ് ഹേമന്ത് വിചാരിച്ചത്. പക്ഷേ അന്ന് നല്ല മൂഡിലായിരുന്നതിനാൽ സിദ്ധാർത്ഥും ഒന്നും പറഞ്ഞില്ല. ആ നേരത്ത് പതിവില്ലാതെ ഹേമന്തിനെ ഓഫീസിൽ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു. നീ എന്താടാ ഈ നേരത്തെ ഓഫീസിൽ? സിദ്ധാർത്ഥ ദേഷ്യപ്പെടുമെന്ന് കരുതിയ ഹേമന്ത് അവനിൽ നിന്ന് അങ്ങനൊരു പ്രതികരണം കണ്ട് അത്ഭുതപ്പെട്ടു. അവനന്ന് നല്ല മൂഡിലാണെന്ന് ഹേമന്തിന് മനസ്സിലായി. അവൻ പുഞ്ചിരിയോടെ സിദ്ധാർത്ഥനെ നോക്കി. അപ്പോഴാണ് അവന്റെ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നത് ഹേമന്ത് കണ്ടത്. അതിന് കാരണം നീലിമയായിരിക്കാമെന്ന് അവൻ ചിന്തിച്ചു. അതെന്താടാ എന്നോട് നീ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് രാവിലെ ഇവിടെ വന്നൂടെ? ആ, നീ ക്യാബിനിലേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ പിന്നാലെ ഹേമന്തും അവന്റെ ക്യാബിനിലേക്ക് നടന്നു. സീറ്റിലിരുന്ന ശേഷം ഹേമന്തിനെ അവൻ അരികിലുള്ള കസേരയിലിരുത്തി. നീ വന്ന കാര്യം പറ, സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി പറഞ്ഞു. ഹേമന്ത് പുഞ്ചിരിയോടെ അവന്റെ ചുണ്ടിലേക്ക് നോക്കി. നിന്റെ ചുണ്ടിന് എന്തു പറ്റി? കാര്യായിട്ട് എന്തോ നടന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ, ഹേമന്ത് ചോദിച്ചു. എന്റെ ചുണ്ടിനോ? ചുണ്ടിലെന്താ? ഒന്നുമില്ല. അല്ല, ഇതുപോലുള്ള മുറിവുകളൊക്കെ ഉമ്മ വച്ചാലാണ് സാധാരണ വരിക, അതും ആർത്തിയോടെ ഉമ്മ വച്ചാൽ. പക്ഷേ നിന്റെ ചുണ്ടിൽ വന്ന് ഉമ്മ വയ്ക്കാൻ മാത്രം ധൈര്യമുള്ള ആളാരാന്നാ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അർത്ഥം വെച്ച് ചിരിച്ചുകൊണ്ട് ഹേമന്ത് പറഞ്ഞു. ആരായിരിക്കും? നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, സിദ്ധാർത്ഥ് അവനോട് ചോദിച്ചു.
ഞാൻ ഊഹിച്ചു. നീലിമയായിരിക്കും നിന്നെ ഉമ്മ വെച്ചത്. ഹേമന്ത് പെട്ടെന്ന് പറഞ്ഞു. അതെ, നീലിമ തന്നെയാണ്. അവളെന്റെ ഭാര്യയല്ലേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതുമാണ്. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഇത് ചോദിക്കാൻ വേണ്ടിയാണോ രാവിലെ തന്നെ കുറ്റിയും പറിച്ചും കൂടെ എഴുന്നള്ളിയത്? സിദ്ധാർത്ഥിന്റെ പേഴ്സണൽ ലൈഫിൽ ആരും ഇടപെടുന്നത് അവന് ഇഷ്ടമല്ലെന്ന് ഹേമന്തിനറിയാം. തനിക്ക് മാത്രമാണ് അവനോട് ഇതുപോലെ എന്തെങ്കിലും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. എങ്കിലും നീലിമയ്ക്കും സിദ്ധാർത്ഥിനും ഇടയിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ അവന് അതിയായ താല്പര്യമുണ്ടായിരുന്നു. കാരണം ഹേമന്ത് ലാവണ്യയെ സ്നേഹിക്കുന്നുണ്ട്. അവളാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ പിന്നാലെയാണ്. ഹേമന്തിന് സിദ്ധാർത്ഥും ലാവണ്യയും അവൻ ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. പല തവണയായി ലാവണ്യ അവനോട് ചോദിക്കുന്നു സിദ്ധാർത്ഥും നീലിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇതുവരെ അവന് ലാവണ്യയുടെ അടുത്ത് അത് പറയാനുള്ള ചങ്കുറുപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവൻ അതേപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധം വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല എന്ന് ഹേമന്തിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇക്കാര്യം ലാവണ്യ അറിഞ്ഞാൽ അവൾ കൂടുതൽ വിഷമിക്കുമെന്ന് അവന് തോന്നി. അതിനാലാണ് ഇതുവരേക്കും അവൻ ഈ കാര്യം അവളെ അറിയിക്കാതിരുന്നത്. മാത്രമല്ല, സിദ്ധാർത്ഥിനോട് ചോദിക്കാതെ താൻ വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ അവന്റെ വായിലിരിക്കുന്ന തെറി മുഴുവൻ താൻ നിന്ന് കേൾക്കേണ്ടി വരുമെന്നും അവനറിയാം. രണ്ടും കൽപ്പിച്ച് ഹേമന്ത് സിദ്ധാർത്ഥിനോട് ചോദിച്ചു. സിദ്ധാർത്ഥ്, നീയും നീലിമയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടെന്ന് നിന്റെ ചുണ്ടു കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോഴെങ്കിലും ഒന്ന് പറയടാ, നീ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? എത്ര നാളായി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത ദേഷ്യം വന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഹേമന്ത്. രാവിലെ തന്നെ നീ എന്തിനാ എന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്? നിനക്കറിയില്ലേ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ വേറെ ആളുകൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്നിട്ടും എന്തിനാണ് പിന്നെയും പിന്നെയും വന്ന് നീ എന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്? നിന്നോട് ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. എടാ, നിന്റെ കാര്യം മാത്രമല്ല, എനിക്ക് എന്റെ കാര്യം കൂടെ നോക്കണ്ടേ? ലാവണ്യ എത്ര നാളായി ഈ രഹസ്യം കണ്ടുപിടിക്കാനായി നിന്റെ പിന്നാലെ നടക്കുന്നു. അവളത് അറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അവൾ എന്നോട് തീർത്ത് പറഞ്ഞതുമാണ് എന്നെ അവൾക്ക് ഇഷ്ടമല്ലെന്ന്. നീ ഈ ട്രാക്കിൽ നിന്ന് ഒഴിവായാൽ മാത്രമേ എനിക്കിനി അവളുടെ മുന്നിൽ പോയി നിൽക്കാനെങ്കിലും സാധിക്കൂ. അല്ലാതെ ഇപ്പോ എന്തിനാ എനിക്ക് നിന്റെ കാര്യത്തിൽ എത്ര ആകാംക്ഷ? ഒന്നുകിൽ നീ അവളോട് നേരിട്ട് കാര്യം പറയണം, അല്ലെങ്കിൽ നീ സത്യാവസ്ഥ എന്നോടെങ്കിലും പറ. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കാം. ഇത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഹേമന്ത് വളരെ വ്യക്തമായി തന്നെ അവനോട് പറഞ്ഞു. ലാവണ്യയുടെ പേര് കേട്ടതോടെ സിദ്ധാർത്ഥിന്റെ ദേഷ്യം വർദ്ധിച്ചു. അവളോട് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവളെന്റെ പിന്നാലെ നടക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. നീ ഒന്ന് പോകുന്നുണ്ടോ ഹേമന്ത്? അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിലാണ് ഇതുകൂടെ. സിദ്ധാർത്ഥിന്റെ ദേഷ്യം കണ്ട് ഹേമന്ത് ഭയന്നുപോയി. സിദ്ധാർത്ഥിന്റെ ദേഷ്യം എങ്ങനെയാണെന്ന് വളരെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഹേമന്ത്. അതിനാൽ തന്നെ അവനോട് പിന്നീട് അക്കാര്യത്തെപ്പറ്റി അധികമൊന്നും ചോദിക്കാൻ അവൻ നിന്നില്ല. ശരി ശരി, നീ വെറുതെ ടെൻഷനാവണ്ട. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാനിവിടെ ഇരിക്കുന്നതാണ് നിന്റെ ടെൻഷന് കാരണമെങ്കിൽ വിട്, ഞാനങ്ങ് പോയേക്കാം. പക്ഷെ വൈകിട്ട് നമുക്കൊന്ന് കൂടണം. സമയമുണ്ടെങ്കിൽ മതി, ഞാൻ വിളിക്കാം, ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് ഒന്ന് മൂളി. ഓ, ഈ മുരടനെ സഹിക്കുന്നതിന് ആ നീലമയ്ക്ക് ക്ഷമയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. ഹേമന്ത് പെറുപെടുത്തു. സിദ്ധാർത്ഥ് അത് കേട്ടു. നീ വല്ലതും പറഞ്ഞായിരുന്നോ? അവൻ ചോദിച്ചു. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹേമന്ത് സിദ്ധാർത്ഥിന്റെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി. നീലിമയും സിദ്ധാർത്ഥിനെയും കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് സിദ്ധാർത്ഥ് തന്നെ പറയാതെ മറ്റൊരു വഴിയിലും അറിയാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എന്നെങ്കിലും അവനത് പറയുന്നതുവരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂവെന്ന് ഹേമന്ത് ചിന്തിച്ചു. ഹേമന്ത് പുറത്തേക്കിറങ്ങി പോയതിനു ശേഷമാണ് സിദ്ധാർത്ഥിന് ശ്വാസം നേരെ വീണത്. അവനോട് ദേഷ്യപ്പെട്ടത് മനഃപൂർവ്വമാണ്. അവൻ കൂടുതൽ കാര്യങ്ങളും കുത്തി ചോദിക്കുമെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. ചെറുപ്പം മുതലേ കൂടെയുള്ളവനാണ് ഹേമന്ത്. താൻ എന്താണ് എങ്ങനെയാണെന്നെല്ലാം അവന് വളരെ വ്യക്തമായി അറിയാം. തന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ മറ്റൊരാൾ ഇടപെടുന്നത് ഇഷ്ടമല്ല എന്നും ഹേമന്തിനറിയാം. എന്നിട്ടും അവൻ എപ്പോഴും ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ എത്ര സന്തോഷത്തോടെയാണ് താൻ ഓഫീസിലേക്ക് വന്നതെന്ന് സിദ്ധാർത്ഥ് ഓർത്തു. പക്ഷേ ഹേമന്ത് കുറച്ചു നേരം കൊണ്ട് തന്നെ തന്റെ മൂഡ് മാറ്റിയിരിക്കുന്നു. അവൻ തന്റെ ചുണ്ടുകളിൽ തൊട്ടു. അപ്പോഴാണ് നീലിമ കടിച്ച പാട് അവൻ തൊട്ടറിഞ്ഞത്. സിദ്ധാർത്ഥ് ചിന്തിച്ചു, പാവം പോലെ ഇരിക്കുമെങ്കിലും എന്തൊരു കടിയാ പെണ്ണെ കടിച്ചത്? എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്? ഇനി ശരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയോ?